കേരള PSC സയൻസിൽ ഫിസിക്സ് പാർട്ടിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടത്തി. ഇന്ന് നമുക്ക് ഈ പവറൊക്കെ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എന്ന് നോക്കാം. പവർ വിതരണം ചെയ്യുന്നത് പവർ സ്റ്റേഷൻസ് ത്രൂ ആണ്. പവർ സ്റ്റേഷൻസ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പവർ സ്റ്റേഷൻസ് എന്ന് നോക്കാം. എന്തൊക്കെ തരത്തിലുള്ള എനർജി ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത്. പവർ സ്റ്റേഷനിലെ ഫസ്റ്റ് വൺ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ വരുന്ന എനർജി ചേഞ്ചസ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറുന്നു, അത് മെക്കാനിക്കൽ എനർജിയായി മാറുന്നു, വീണ്ടും അത് ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. ഇതാണ് എനർജി ചേഞ്ചസ് വരുന്നത്. പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻസ് പവർ സ്റ്റേഷൻസ് ഏതൊക്കെയെന്നാൽ മൂലമറ്റം, കുറ്റ്യാടി, പള്ളിവാസൽ, ഇടുക്കി. ഈ ഭാഗത്തു നിന്ന് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് കുറ്റ്യാടി ജലവൈദ്യുത നിലയം ഏത് തരത്തിലുള്ളതാണ് എന്ന്. അപ്പോൾ നമുക്കത് പറയാം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. രണ്ടാമത്തേതായിട്ട് തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷനിൽ വരുന്ന എനർജി ചേഞ്ചസ് കെമിക്കൽ എനർജി to heat energy, mechanical energy and then electrical energy. Chemical energy, heat energy, mechanical energy and electrical energy. പ്രധാനപ്പെട്ട തെർമൽ പവർ സ്റ്റേഷൻസ് നെയ്വേലി, കായംകുളം, രാമഗുണ്ടം, ബ്രഹ്മപുരം. മൂന്നാമത്തെ പവർ സ്റ്റേഷനാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ വരുന്ന എനർജി ചേഞ്ചസ് ന്യൂക്ലിയർ എനർജി ഹീറ്റ് എനർജിയായി മാറുന്നു, ആ ഹീറ്റ് എനർജി വീണ്ടും മെക്കാനിക്കൽ എനർജിയായി മാറുന്നു, വീണ്ടും ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് താരാപൂർ, കൽപ്പാക്കം, കൂടംകുളം, കോട്ട. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പവർ സ്റ്റേഷൻസ്. മൂന്ന് രീതിയിൽ നമ്മൾ തിരിച്ചിരിക്കുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, എല്ലാത്തിലും തന്നെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി വീണ്ടും ഇലക്ട്രിക്കൽ എനർജി ആവുന്നതാണ്. അതിനു മുമ്പേ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറുന്നു. ഇവിടെ കെമിക്കൽ എനർജിയാണ് ഹീറ്റ് എനർജിയായി മാറുന്നത്. ഇവിടെ ന്യൂക്ലിയർ എനർജി ഹീറ്റ് എനർജിയായി മാറുന്നു. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് എനർജിയുടെ ചേഞ്ചസിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട പവർ സ്റ്റേഷൻസ് ഓരോന്നും ഏത് തരം പവർ സ്റ്റേഷൻസ് ആണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ പവർ പ്രേഷണത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പവർ പ്രേഷണത്തിന് ഉപയോഗിക്കുന്ന കമ്പികൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്. അത് പ്രേഷണ ലൈനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രേഷണ ലൈനുകൾ, അതായത് പവർ വിതരണത്തിന് ഉപയോഗിക്കുന്ന, പവർ പ്രേഷണത്തിന് ഉപയോഗിക്കുന്ന ചാലക കമ്പികളുടെ പേരാണ് പ്രേഷണ ലൈനുകൾ. ഇനി വീണ്ടും ഈ പവർ സ്റ്റേഷനുകളിൽ സാധാരണ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11 kV ആണ്, 11 കിലോ വോൾട്ടിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഹൗസ് പർപ്പസ് നമ്മൾ ഉപയോഗിക്കുന്നത് 230 വോൾട്ടാണ്. ഹൗസ് പർപ്പസ് ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കുക, 230 വോൾട്ട്.
സാധാരണ രീതിയിൽ 11 കിലോ വോൾട്ടിലാണ് പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിലും വീടുകളിൽ നമ്മളുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് 230 വോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ വൈദ്യുത ഉൽപ്പാദനത്തിനുള്ള വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്കറിയാം. പല ഡയറക്ഷൻസിലേക്കും വൈദ്യുതി കൊടുക്കേണ്ട ഒരു ആവശ്യം വരും. ആ സമയത്ത് ഈ സംവിധാനങ്ങളെല്ലാം കൂടെ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു ശൃംഖലയാണ് നമ്മൾ പവർ ഗ്രിഡ് എന്ന് പറയുന്നത്. പവർ ഗ്രിഡ് എന്ന് പറയുമ്പോൾ വൈദ്യുത ഉൽപ്പാദന സംവിധാനങ്ങളെ യോജിപ്പിക്കുന്ന ശൃംഖല. വൈദ്യുത ഉൽപ്പാദന സംവിധാനങ്ങളെ യോജിപ്പിക്കുന്ന ശൃംഖല. പവർ ഗ്രിഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണഗതിയിൽ ഒരുപാട് ദൂരത്തേക്കുള്ള പവർ പ്രേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷൻ ലോങ് ഡിസ്റ്റൻസ് പവർ ഡിസ്ട്രിബ്യൂഷന് പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെൽറ്റ കണക്ഷനാണ്. ഈ ഡെൽറ്റ കണക്ഷൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ന്യൂട്രൽ പോയിൻ്റ് ഉണ്ടാവില്ല. ന്യൂട്രൽ പോയിൻ്റ് ഇല്ലാത്ത ഒരു കണക്ഷനാണ് ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്കുള്ള പവർ പ്രേഷണത്തിന് ന്യൂട്രൽ പോയിൻ്റ് ഇല്ലാത്ത ഡെൽറ്റ കണക്ഷൻസാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഈ വൈദ്യുതോർജ്ജത്തിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് വാട്ട് അവർ മീറ്റർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി. വൈദ്യുതോർജ്ജത്തിനെ അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. താഴെ എഴുതി വയ്ക്കാം ഇതിൻ്റെ യൂണിറ്റ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവറിലുള്ള എനർജി എന്തുമാത്രം വൈദ്യുതോർജ്ജമാണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു ചെറിയ ഫോർമുലയുണ്ട്. എനർജി ഇൻ കിലോ വാട്ട് അവർ കാണാനുള്ള ഫോർമുലയാണ് വാട്ട് അവർ ഇൻറ്റു ടൈം. വാട്ട് അവറിലുള്ള എനർജി ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. ടൈം ഇൻ ഹവേഴ്സ്. മണിക്കൂറിലാണ് നമ്മൾ സമയം മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട പ്രേഷണ ലൈനുകളെ കുറിച്ചാണ്. 11 കിലോ വോൾട്ടിലാണ് ഉൽപ്പാദനം നടക്കുന്നതെങ്കിലും നമ്മൾ 230 വീടുകൾ ഉപയോഗിക്കുന്നു. എല്ലാ പവർ സംവിധാനങ്ങളെയും കൂടെ യോജിപ്പിക്കുന്ന ശൃംഖലയാണ് നമ്മൾ പവർ ഗ്രിഡ് എന്ന് പറഞ്ഞത്. ദൂരസ്ഥലങ്ങളിലേക്കുള്ള പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഡെൽറ്റ കണക്ഷൻസ് ഉപയോഗിക്കുന്നു. ഡെൽറ്റ കണക്ഷൻസ് വിത്ത് നോ ന്യൂട്രൽ പോയിൻറ്റ്. വാട്ട് അവർ മീറ്ററാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് കിലോ വാട്ട് അവർ കാണാനുള്ളൊരു ഫോർമുല. കിലോ വാട്ട് അവറിലുള്ള എനർജി കാണാൻ വേണ്ടി നമ്മൾ വാട്ട് അവറിലുള്ള എനർജി ഇൻറ്റു ടൈം ബൈ 1000 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പവർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് താപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഹീറ്റ് ഓർ താപം. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താപം എന്ന് പറയുന്നത് ശരിക്കും പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണ്. ഹീറ്റ് ഈസ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയാം. ഹീറ്റ് ഈസ് ദി ടോട്ടൽ കൈനറ്റിക് എനർജി. ആകെ ഗതികോർജ്ജത്തിൻ്റെ തുകയെയാണ് നമ്മൾ താപം എന്ന് പറയുന്നത്. താപനില നമ്മൾ കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മെർക്കുറി തെർമോമീറ്ററാണ്. മെർക്കുറി തെർമോമീറ്റർ നോട്ട് ചെയ്യുക. താപനില കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മെർക്കുറി തെർമോമീറ്റർ. സാധാരണയായി നമ്മൾ സെൽഷ്യസ് തെർമോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. കോമൺ യൂസ് സെൽഷ്യസ് തെർമോമീറ്റർ.
ഈ സെൽഷ്യസ് തെർമോമീറ്ററിലുള്ള SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. താപോർജ്ജത്തിൻ്റെ ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് ഓഫ് ഹീറ്റ് എനർജി ജൂളാണ്. വൺ കലോറി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 4.2 ജൂളാണ്. കോമൺ ആയിട്ട് നമുക്ക് താപത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മെർക്കുറി തെർമോമീറ്റർ കൃത്യമായ അളവിന് വേണ്ടി ഉപയോഗിക്കുന്നു. സാധാരണയായി യൂസ് ചെയ്യുന്നത് സെൽഷ്യസ് തെർമോമീറ്ററാണ്. അതിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. ഈ ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് നമ്മൾ സാധാരണ രീതിയിൽ താപോർജ്ജത്തിൻ്റെ യൂണിറ്റായി പറയുന്നത് ജൂളാണ്. 4.2 ജൂളിനെയാണ് നമ്മൾ 1 കലോറി എന്ന് പറയുന്നത്. ഈ ഭാഗത്തു നിന്ന് സാധാരണ രീതിയിൽ 1 കലോറി ഇസ് ഈക്വൽ ടു എത്രയാണ്, എത്ര ജൂളിന് ഇക്വലൻ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. താപത്തിൻ്റെ SI യൂണിറ്റ് സിസ്റ്റം ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റായ കെൽവിൻ അതും എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് തെർമോമീറ്ററുകളെ കുറിച്ച്, പലതരത്തിലുള്ള തെർമോമീറ്ററുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ക്ലിനിക്കൽ തെർമോമീറ്ററിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് നോക്കാം.